ഫെബ്രുവരി 28 മുതൽ നിലനിൽക്കുന്നൊരു ഭീകരാവസ്ഥയുണ്ടല്ലോ യുദ്ധവുമായി ബന്ധപ്പെടുത്തി. അതൊക്കെ കഴിഞ്ഞു എന്നും പറഞ്ഞ് നമ്മൾ സമാധാനിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോയ കപ്പലുകളിൽ 3 നേർക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ആക്രമണമുണ്ടായെന്നും കപ്പലുകൾക്ക് കേടുപാടുകൾ പറ്റിയെന്നും റിപ്പോർട്ട് വരികയാണ്. ആരാണ് ആക്രമിച്ചത്? അത് എവിടെ നിന്ന് വന്നു? ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇനിയും പരിപൂർണമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടാനിരിക്കെ UK-യുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മാരിടൈം ഓർഗനൈസേഷൻ പറയുന്നത് ഇത് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഡ്രോണുകളാണ് എന്നാണ്. അതനുസരിച്ച് നോക്കുമ്പോൾ ഖത്തറിലെ അൽ റിക്കായത്ത് എന്ന് പറയുന്ന ടാങ്കറിനും കേടുപാടുകൾ പറ്റിയതായി റിപ്പോർട്ട് പറയുന്നു. അതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദി ഇറാനാണെന്ന് ഖത്തർ പ്രതികരിച്ചിരിക്കുന്നു. ഇറാൻ്റെ ഈ ആക്രമണത്തെ GCC തലത്തിലുള്ള സെക്രട്ടറി ജനറലും മറ്റും ശക്തമായി അപലപിച്ചിരിക്കുന്നു. ഈ ആളില്ലാത്ത ഏരിയൽ വെഹിക്കിൾസ് ഇങ്ങനെ വന്ന് കടലിടുക്കിലൂടെ പോകുമ്പോൾ കപ്പലുകളെ ആക്രമിക്കാൻ നിന്നാൽ അതൊരു കാഴ്ച മാത്രമായിട്ടോ കപ്പലുകളുടെ നാശം മാത്രമായിട്ടോ രാജ്യങ്ങളിൽ അപലപിക്കുന്ന ഒരു സംവിധാനം മാത്രമായിട്ടോ അല്ല. അത് വന്ന നിമിഷം മുതൽ ആ വാർത്തയുടെ പ്രതിഫലനം ലോകത്തുണ്ടായിരിക്കുന്നത് എണ്ണവില ഇന്ന് ചൊവ്വാഴ്ച പെട്ടെന്ന് കൂടി എന്നുള്ളതാണ്. ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സാധാരണക്കാരാണ്. ഒരു ചെറിയ ആക്രമണം മതി അതിൻ്റെ പ്രതിബിംബം എന്ന വണ്ണം എണ്ണവില ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, ആശങ്കയുണ്ടാവുന്നു. അത്തരമൊരു സാഹചര്യം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിൻ്റെ ആ ഭാഗത്തു കൂടി കപ്പലുകൾ പോകുമ്പോൾ ഫീസ് ഉണ്ടോ ഇല്ലയോ, അക്കാര്യത്തിൽ തീരുമാനമായോ, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എഴുതി വച്ചിരിക്കുന്നതിൽ വല്ല കാര്യവും പറഞ്ഞിട്ടുണ്ടോ, ഇതൊന്നും ഇപ്പോഴും വ്യക്തമല്ലാതെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി ഞങ്ങളിത് പ്രാധാന്യത്തിൽ സൂചിപ്പിച്ചതാണ്. ഇന്ന് ചൊവ്വാഴ്ച തുർക്കിയിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് വളരെ നിരാശയോടുകൂടി പറയുന്നൊരു കാര്യമുണ്ട്. യൂറോപ്പിലെ തൻ്റെ സഖ്യശക്തികൾ ഒരൊറ്റ എണ്ണവും തനിക്കൊരു നിർണായക സമയത്ത് ഇറാനുമായി യുദ്ധം ചെയ്യേണ്ടി വന്ന സമയത്ത് സഹായിച്ചില്ല എന്ന ഒരു വിലാപസ്വരത്തിലുള്ള നിരാശാ പ്രകടനം കാഴ്ചവെച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് തന്നെ ഇക്കാര്യം പറയുകയും ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ചില ലേഖകന്മാരോട് ഇക്കാര്യത്തിൽ തുറന്ന് സംവദിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. അങ്കാറയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ട്രംപ് എത്തിയത്. ഏതായാലും ഒരു നിർണായക സമയത്ത് കൂടെ നിൽക്കുന്ന ആളുകൾ സഹകരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രം താൻ സഹായം ചോദിച്ചതാണ്, അല്ലാതെ ഒരാളുടെയും സഹായം തനിക്ക് ആവശ്യമില്ല എന്നാണ് ട്രംപ് പറയുന്നത്. പ്രസ്ഥാനത്തെ പേരെടുത്തു പറഞ്ഞ് നാറ്റോ സഖ്യത്തെ കുറ്റപ്പെടുത്താനും ട്രംപ് മറന്നില്ല. നാറ്റോയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തെങ്കിലും നാറ്റോ സഖ്യശക്തികൾ അനുകൂലമായി പെരുമാറിയില്ല എന്ന നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. എയർ സുവിധയുടെ 2ാം എഡിഷൻ നിർബന്ധമായും ഇന്ത്യയിലേക്ക് പോകുന്നവർ അത് പൂരിപ്പിച്ച് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള ഹെൽത്ത് ഡിക്ലറേഷൻ നൽകിയിരിക്കണം, സബ്മിറ്റ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും പറഞ്ഞു അതൊന്നും ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല, 1-2 ദിവസത്തേക്ക് വേണ്ടി കൊണ്ടുവന്നതാകാം എന്നൊക്കെ കരുതി ആശ്വസിച്ചിരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി, കർശനമായി, നിർബന്ധമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. UAE-യിൽ നിന്ന് പോകുന്ന യാത്രക്കാർ, അത് ഇന്ത്യൻ പൗരന്മാരാവട്ടെ, ഇന്ത്യൻ ഒറിജിൻ ആൾക്കാരാവട്ടെ, വിദേശ യാത്രക്കാരാവട്ടെ, വെളിയിൽ നിന്നാണോ വരുന്നത്, ഇന്ത്യയിലെ ഏത് നഗരത്തിലേക്ക് പറന്നിറങ്ങിയാലും അവർ എയർ സുവിധ 2.0 ഫില്ല് ചെയ്തിരിക്കണമെന്ന് നിർബന്ധമാക്കിയിരിക്കുകയാണ്. വളരെ ലളിതമാണ്. അതിൻ്റെ സൈറ്റിൽ പോവുക, ഫ്ലൈറ്റ് നമ്പറും ട്രാവൽ ചെയ്യുന്ന ഡേറ്റും ഏത് ഡെസ്റ്റിനേഷൻ, അങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രം, പാസ്പോർട്ട് നമ്പർ അടക്കമുള്ള ബേസിക് വിവരങ്ങൾ മാത്രം നൽകിയാൽ മതി. എളുപ്പത്തിൽ സാധ്യമാകുന്ന തരത്തിലാണ്. airsuvidha.civilaviation.gov.in ഈ വെബ്സൈറ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ഇറാനിൽ അയത്തുള്ള അലി ഖാമനിയുടെ ഖബറടക്ക ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള വിലാപയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ ഖോം എന്ന് പറയുന്ന സിറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് കണക്കില്ല എന്ന മട്ടിൽ മണൽത്തരികൾ മുകളിലേക്കിട്ടാൽ ഒരൊറ്റ എണ്ണവും താഴെ വന്ന് വീഴില്ല, ആളുകളുടെ ശരീരത്തിലായിരിക്കും വീഴുക എന്ന അർത്ഥത്തിൽ ജനനിബിഡമായി അത്രയും തിക്കിത്തിരക്കി 10,000 ലക്ഷങ്ങൾ ആ വിലാപയാത്രയെ അനുഗമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങൾ കാണുന്നു. ഇറാഖ് ബോർഡറിലെ ചില സ്ഥലങ്ങളിൽ കൂടി കടന്നു പോകും, എന്നിട്ടാണ് ഖബറടക്കം നടക്കുക എന്നറിയുന്നു. ഏതായാലും വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും എന്ന രൂപത്തിലും റിപ്പോർട്ടുകൾ വരികയാണ്.
Night updates supported by ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.